ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്യാരി ബാഗ് കൊണ്ടുള്ള ഫ്ലവർ ആണ്. ഏത് ഫ്ലവർ ആണെന്നറിയോ? റോസ് ആണ്. അപ്പോൾ റോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ക്യാരി ബാഗ് കൊണ്ടുള്ള റോസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ക്യാരി ബാഗ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പിങ്ക് ആണ് എടുത്തിരിക്കുന്നത്. കത്രിക വേണം, തെർമോക്കോളിൻ്റെ ഒരു പീസ് വേണം, പിന്നെ ബ്ലേഡ് വേണം, കമ്പി വേണം, ഗ്രീൻ ടേപ്പ്, പിന്നെ ഹോട്ട് ഗ്ലൂ. ഫസ്റ്റ് നമ്മൾ ഈ തെർമോക്കോൾ എടുത്തിട്ടൊരു റൗണ്ട് പീസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ആവണമെന്നൊന്നും കേട്ടോ, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടായാൽ മതി. ഇപ്പം ഏകദേശം ഒരു റൗണ്ട് ഷേപ്പായി. ഫസ്റ്റ് നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടമുള്ള സൈസ് എടുക്കാം കേട്ടോ. സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്ത് ഇതിൻ്റെ കോർണേഴ്സ് ഒക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കാം. അങ്ങനെ എക്സാക്റ്റ് കളർ സൈസ് ഒന്നും വേണമെന്നില്ല, ഏകദേശം ഒരേ വലിപ്പമായാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മിഡില് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് ഇതുപോലെ ഞാൻ കുറേ പെറ്റൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കപ്പ് ഷേപ്പ് ആക്കി കൊടുക്കാം. ഗ്ലൂ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കമ്പി ഈ തെർമോക്കോളിൻ്റെ ബോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. എന്നിട്ട് നല്ലപോലെ ഗ്ലൂ ഒഴിച്ച് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് പെറ്റൽസ് ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. തെർമോക്കോളിൻ്റെ പീസ് കാണാൻ പാടില്ല. ഇപ്പോൾ ഇത് പെറ്റൽസ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടത് ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ തെർമോക്കോളിൻ്റെ ഇത് കാണുന്നുണ്ട്, ഈ പെറ്റൽസ് ഒട്ടിച്ചതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഈ പെറ്റൽസ് ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോട്ടം പോർഷനിൽ ഒരു റൗണ്ട് ഷേപ്പിൽ, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലുള്ള പീസ്
ഇതാക്കി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഗ്ലൂ തേച്ച് കൊടുക്കുക ഫസ്റ്റ്. ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ താഴ്ഭാഗം നല്ല നീറ്റായി. തെർമോക്കോളിൻ്റെ പീസൊന്നും കാണില്ല. വേണ്ട, അടിപൊളിയായില്ലേ? തെർമോക്കോളിൻ്റെ പീസ് വെച്ച് ചെയ്യുന്ന റോസിന് എന്താ പ്രത്യേകത എന്നറിയാം. നമുക്ക് നല്ല വലിപ്പമുള്ള റോസ് ഉണ്ടാക്കാൻ പറ്റും. വേണ്ട, ഏകദേശം എൻ്റെ കയ്യിൻ്റെ മുക്കാൽ ഭാഗമുണ്ട്. വലിയ റോസ്, വേണമെങ്കിൽ ഇതിനേക്കാളും വലിയ റോസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വലിയ റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിൽ തെർമോക്കോളോ ഒക്കെ വെച്ചിട്ട് ഫീലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പം ഇതിൻ്റെ സാധാരണ ഞാൻ എല്ലാ റോസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കാണാറുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ഞാൻ ഗ്രീൻ ലീഫ് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, മസ്റ്റ് അല്ല. അത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത്രയും വിടർന്ന് കിടക്കുന്ന റോസ് ആയതുകൊണ്ട് ഈ താഴെ ഇത് വെച്ചാലും അധികം ഇത് കാണുമൊന്നുമില്ല. ഇനി നമുക്കിത് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പം നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്